500 ഏട്ടാ, 1000 രൂപ മുതൽ എൻ്റെ സ്മാർട്ട് ഫോൺ ഉണ്ട്. പക്ഷേ 1000 രൂപയുടെ പ്രത്യേകത. അപ്പോൾ ഗൈസ്, ഇതാണ് 1500 ഒരു കിടിലൻ സ്മാർട്ട് ഫോണാണ് ഇത്. കിടിലൻ സ്മാർട്ട് ഫോൺ തന്നെയാണ് 1500 രൂപ. ഒരു 1500 എവിടുന്ന് ഫോൺ കിട്ടും ആലോചിച്ച് വയ്ക്കുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ എന്തുമാത്രം റിസ്ക് എടുത്താണ് നിങ്ങൾക്ക് ഈ 1500 ഫോൺ കൊണ്ടുവരുന്നതിനായിട്ട്. 6 കിലോമീറ്ററിൽ നിന്ന് നമ്മൾ തമ്പാനൂരി വന്നിറങ്ങിയിട്ട് വരുന്നവർക്ക് ബസ്സുണ്ട്. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ്. ബസ് വന്നിറങ്ങുന്ന സ്ഥലം ഇവിടെയായിരിക്കും. 10 രൂപ മുടക്കി സാധനങ്ങളൊക്കെ വളരെ വില കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല 1000 രൂപയ്ക്ക് ഉണ്ട് ഫോണുകൾ. ഈ 1000 രൂപയുടെ ഫോണുള്ള പ്രത്യേകത അറിയാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് കോൾ വിളിക്കുക വയ്ക്കുക, അല്ലാതെ ആപ്പുകളൊന്നും ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. പിന്നെ വെച്ചേണ്ടിയുള്ളൂ. ഞാൻ വലിയ കടമൊന്നുമല്ല കേട്ടോ. ഇത് ചിലർ വിചാരിക്കും എന്തോ വലിയ കടയുടെ വീഡിയോ ചെയ്യണം. നല്ല ഒരു ചെറിയൊരു കടയാണ്, ചെറിയൊരു പെട്ടിക്കടയാണ്. യു എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഷോപ്പിൻ്റെ ഒരു ബോർഡാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കാണാം അൽബർക്കത്തിൻ്റെ അടുക്കായിട്ട് HDKൻ്റെ ഷോപ്പ്. ഒരു ചെറിയ ടാബ് 4G സിം ഇട്ട് ഉപയോഗിക്കാൻ പറ്റിയ 4G ടാബ്, ജിയോ സിം ഇട്ട് ഉപയോഗിക്കാൻ പറ്റിയ ജിയോ ടാബ് ഉണ്ട് ഗൈസ്. ഇത് വന്നിട്ട് ഒരു 3500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഒരുപാട് പേരുടെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നല്ല ഒരു സ്മാർട്ട് ഫോൺ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. ഒരു 1000-1500 രൂപയൊക്കെ സ്മാർട്ട് ഫോൺ കിട്ടും എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് ഒരുപാട് പേര് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഗൈസ്, ആ പ്രതീക്ഷ ഞാൻ നഷ്ടപ്പെടുന്നില്ല. ഇന്ന് നമ്മുടെ ഷോപ്പിൽ 1500 രൂപയ്ക്കൊക്കെ നല്ല സ്മാർട്ട് ഫോണുകളുണ്ട്. 1500 രൂപയ്ക്കുണ്ട്, 2000 രൂപയ്ക്കുണ്ട്, 2500 രൂപയ്ക്കുണ്ട്, 3000 രൂപ വരെ നല്ല സ്മാർട്ട് ഫോണുണ്ട്. നല്ല ഉപയോഗിക്കാൻ, കണ്ടീഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്മാർട്ടായിട്ടുള്ള 4G സ്മാർട്ട് ഫോണുകളുണ്ട്. 5G സ്മാർട്ട് ഫോണൊക്കെ കുറച്ച് 7500 രൂപ സ്റ്റാർട്ടിങ് പ്രൈസ് വരും. എന്തായാലും നമുക്ക് ഇന്നലെ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് വന്നായിരുന്നു. പിന്നെ ഒരു ഫാമിലി വന്നായിരുന്നു കേട്ടോ. അവർ എപ്പോഴും നമ്മളെ വീഡിയോസ് നല്ല സബ്സ്ക്രൈബറാണ്. പക്ഷേ ഒരുപാട് മിസ്റ്റേക്ക് പറ്റി. ഒരുപാട് നേരം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവരുടെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു ഫോട്ടോയെങ്കിലും എടുക്കാൻ, പക്ഷേ പെട്ടെന്നായിരുന്നു ആൾ നിറഞ്ഞു പോയത്. ഇവിടെ കടയിൽ മൊത്തം ആളായി പോയി. നമ്മൾ ഫോട്ടോ എടുക്കാൻ റെഡി ആയതാണ്. എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ സെറ്റ് ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ആൾക്കാർ കുറേ 2-3 ടീമുകളൊക്കെ വന്നില്ല. അവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനും ഒറ്റയ്ക്കായി പോയി. അപ്പോൾ അവർ വരാൻ തോന്നിയിട്ടൊക്കെ പോയി. ഇനി വരുമ്പോൾ നമുക്ക് അവർ പരിചയപ്പെടാം. നല്ലൊരു ഫാമിലി വന്നിട്ട് പോയി കേട്ടോ. പിന്നെ ഫോൺ എടുക്കാനായിട്ട് ഒരുപാട് വന്നു. എല്ലാവരും നോക്കി വെച്ചു. അതേപോലെ ഇപ്പം എൻ്റെ ഉള്ള സെറ്റുകൾ 1500 രൂപ മുതലുള്ള സെറ്റുകൾ ഒരുപാട് രീതിയിൽ പൈസ തന്നിട്ടുണ്ട്. ഓൾറെഡി പൈസ തന്ന ആൾക്കാരുണ്ട്. 2000 രൂപ 3000 രൂപ തന്നു വെച്ചേക്കുന്നവരുണ്ട്. അവർക്ക് വേണമെങ്കിൽ എടുക്കാം. തന്നു വെച്ചേക്കുന്നവർക്ക് ഈ വീഡിയോ കണ്ടിട്ട് പൂർണ്ണമായിട്ട് അത് മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ ഒരു പീസ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. വേണ്ടെങ്കിൽ വിളിച്ച് പറയാം അതെനിക്ക് വേണ്ട എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ എടുത്തവർക്കും വേണ്ടാന്നുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ട കേട്ടോ. വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് പറയാം. അതിൽ അടുത്ത ആൾ കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക്. അതാണ് ഞാൻ വിശുദ്ധമായിട്ട് എടുത്ത് പറഞ്ഞുതരാൻ സംഭവം എന്തിനാണെന്ന്. അപ്പോൾ നമുക്ക് ചില ആൾക്കാർ നമ്മളെ ഷോപ്പ് പറഞ്ഞിട്ട് അത് ഒരുപാട് മെനക്കെട്ടിട്ട് തിരിച്ചു പോയ ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ വന്നിട്ട് കണ്ടില്ലല്ലോ, നിങ്ങളുടെ ഷോപ്പ് ഇല്ലെന്നാണല്ലോ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ വന്നിട്ട് ചില സാഹചര്യങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞിട്ട് ഇവർ വന്നിട്ട് തിരിച്ചു പോയ അവസ്ഥകളുണ്ടായി. അപ്പോൾ അങ്ങനെ ഇനി ഉണ്ടാവരുത്. ഞാൻ കറക്റ്റ് ലൊക്കേഷൻ ഇത് വന്നിട്ട് നമ്മുടെ ഭീമാപള്ളിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 6 കിലോമീറ്റർ ഭീമാപള്ളിയിലോട്ട് വരാനായിട്ട്. 6 കിലോമീറ്ററിൽ നിന്ന് നമ്മൾ തമ്പാനൂരി വന്നിറങ്ങിയിട്ട് വരുന്നവർക്ക് ബസ്സുണ്ട്. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ്. ബസ് വന്നിറങ്ങുന്ന സ്ഥലം ഇവിടെയായിരിക്കും. 10 രൂപ മുടക്കി കഴിഞ്ഞാൽ ബസ് വഴി നമുക്ക് ഇവിടെ വന്നിറങ്ങാം. പിന്നെ ഓട്ടോറിക്ഷോ അങ്ങനെ എല്ലാത്തിലും വന്നിറങ്ങാൻ ഇവിടെ ഈ ജംഗ്ഷനിൽ ഫസ്റ്റ് ഗേറ്റിൻ്റെ ഭാഗത്തുനിന്നിറങ്ങും. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സൈഡ് പിടിച്ച് നേരെ നടന്നു കഴിഞ്ഞാൽ, പള്ളിയുടെ സൈഡിൽ കൂടെ തന്നെ നേരെ നടന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഗേറ്റിനെ സമീപത്തും. നല്ല ഒരുപാട് കൗതുകങ്ങളൊക്കെ ഉള്ള ഒരു പള്ളിയാണ് കേട്ടോ നമ്മുടെ ഭീമാപള്ളി, തിരുവനന്തപുരം ഭീമാപള്ളി. ഒരുപാട് അതിശയങ്ങളൊക്കെ ഉള്ള ഒരു പള്ളി കൂടിയാണ് ഭീമാപള്ളി. ഇവിടെ തന്നെ ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്. മൊബൈലിൻ്റെ ആവട്ടെ, അല്ലാതെ ഗൾഫ് പ്രോഡക്റ്റുകൾ ഒരുപാട്, ഗൾഫിൽ നിന്ന് പറഞ്ഞാൽ മൊബൈലാവട്ടെ, അല്ലാതെ ഗൾഫിലുള്ള മെറ്റീരിയൽസ്, തുണി, ക്ലോത്ത്, പിന്നെ ഇപ്പോൾ ടോയ്സ് ഐറ്റംസ്, അങ്ങനെയുള്ള ഒരുപാട് മെറ്റീരിയൽ സാധനങ്ങളെല്ലാം ഇവിടെ ഹോൾസെയിലായിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങാം. പിന്നെ നിങ്ങൾക്ക് വന്ന് തങ്ങാനായിട്ട് ഒരുപാട് ലോഡ്ജ് കാര്യങ്ങൾ, റെസ്റ്റ് എടുക്കാനൊക്കെ ലോഡ്ജ് കാര്യങ്ങളെല്ലാം ഉള്ളൊരു സ്ഥലമാണ്. അതായത് ഇത് മരുന്ന് കിണറാണ്. ഭീമാപള്ളിയുടെ ഒരു മരുന്ന് കിണറാണിത്. ഇത് വലിയ പ്രത്യേകതയുള്ള ഒരു മരുന്ന് കിണർ കൂടിയാണിത്. ഇതാണ് സെക്കൻഡ് ഗേറ്റ്. നമ്മുടെ ഭീമാപള്ളിയുടെ സെക്കൻഡ് ഗേറ്റിന് നേരെ എതിർവശത്തായിട്ടാണ് നമ്മുടെ HDKൻ്റെ സ്ഥാപനം ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് വഴിയറിയാതെ തിരിച്ചു പോകുന്ന പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വലിയ വിഷമമാണ്. വന്നിട്ട് ഇത്രയും പ്രതീക്ഷയോടെ വന്നിട്ട് ഇങ്ങനെ ഷോപ്പേ ഇവിടെ ഇല്ല എന്ന് അറിഞ്ഞു പോകുമ്പം ഒരു വിഷമമല്ലേ. അങ്ങനെ ഒരു വിഷമത്തിലാണ് ഞാനും കടന്നു പോയത്. ഗൈസ്, ഇത് വന്നിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് അൽ താജ് എന്ന് പറഞ്ഞൊരു ലോഡ്ജ് കാണും, കണ്ടില്ലേ?
അൽതാജ് ലോഡ്ജാണത്. എൻ്റെ സമീപം തന്നെ ഇതാ ലുലു എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇതാ ലുലു എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഷോപ്പിൻ്റെ ഒരു ബോർഡ് കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കാണാം അൽബർക്കത്തിൻ്റെ നടുക്കായിട്ട് HDKൻ്റെ ഷോപ്പ്. ഒരു ചെറിയ ഷോപ്പാണ് കേട്ടോ, ബഡാ ഷോപ്പൊന്നുമല്ല, ഒരു ചെറിയ ഒരു മിനി ഷോപ്പാണ് നമ്മുടെ HDK. ഇവിടെയാണ് ഗൈസ് 1500 രൂപയ്ക്ക്. ഗൈസ് 1500 അല്ല കേട്ടോ, 1000 രൂപ മുതൽ എൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. പക്ഷേ 1000 രൂപയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് വലുതായിട്ട് കോൾ വരുമ്പോൾ എടുക്കാൻ വയ്ക്കാം. ജസ്റ്റ് കോൾ ഒരു സിം ഇടുക, ജസ്റ്റ് കോൾ ഇടുക, സംസാരിക്കുക, എന്താണ് സുഖം തന്നെ അല്ലല്ലേ, ശരിയാ വെക്കാന്ന് പറഞ്ഞ് വെക്കാം. അതിന് മാത്രം ആ ഒരു പർപ്പസിന് മാത്രം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ 1000 രൂപയുടെ ഫോൺ വാങ്ങിക്കുക. അതിൽ കൂടുതലായിട്ട് റാം സ്റ്റോറേജ് ഒന്നും നോക്കരുത്, റാമും നോക്കരുത്, സ്റ്റോറേജും നോക്കരുത്, കോൾ വിളിക്കാൻ മാത്രമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 1000 രൂപയ്ക്ക് എന്ത് തമാശയാ. 1000 രൂപയ്ക്ക് ഒരു ഫോൺ കിട്ടും. പോട്ടെ 1500 രൂപ ഒരു ഫോൺ വാങ്ങിച്ചാൽ, സെക്കൻഡ്സ് ആയിട്ട് വാങ്ങിച്ചാൽ, ഒരു കീപാഡ് ഫോൺ 1200 അറിയാമോ? ഒരു കീപാഡ് ഫോൺ വാങ്ങി, ചെറിയ മിനി ഫോൺ വാങ്ങിക്കണമെങ്കിൽ, പുതിയ ഫോൺ വാങ്ങിക്കണമെങ്കിൽ 1500. ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിട്ട് 500 രൂപ കൊടുത്ത്. ഗൈസ് ഈ നമ്മളെ കാലഘട്ടമേ മാറി കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന 1000 രൂപയ്ക്ക് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒപ്പം വലിയ സംഭവമാണ്. ഒരു 4G സ്മാർട്ട് ഫോണിന് 1000-1500 കൊടുക്കുക എന്ന് പറയുമ്പോൾ വലിയ സംഭവം അല്ലേ? ഞാൻ ഇങ്ങനെ നടന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊന്നൊരു വിലയില്ല. എത്ര പേര് എന്നെ വിളിച്ച് തുടങ്ങി, എന്നെ വിളിച്ചില്ല കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇത് ഇതൊക്കെയുള്ളൊരു സെറ്റ് 1500 രൂപ. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഇല്ല കേട്ടാ, പൗച്ചൊക്കെ ഉണ്ട്, അതുകൊണ്ട് കൊള്ളാം. ഗൈസ് ഈ സെറ്റ് ഉണ്ടല്ലോ 1500 രൂപയാണേ. ചാർജ് ഉണ്ട്, നല്ല ചാർജ് നിൽക്കും കേട്ടോ, സൂപ്പറായിട്ട് ചാർജൊക്കെ നിൽക്കും. 3GB റാമേ ഉള്ളൂ സ്റ്റോറേജ്. ഇത് വന്നിട്ട് ഓപ്പോടെ കസ്റ്റമർ ഉണ്ട് ഗൈസ്. രാവിലെ ഷോപ്പിൽ കസ്റ്റമേഴ്സ് ഉണ്ട് ഗൈസ്. രാവിലെ എത്ര മണിക്ക്? A5s ആണ്, പഴയ മോഡലാണ്. ഓപ്പോടെ നല്ല കിട്ടുന്ന സെറ്റാണ്. ഓപ്പോടെ ഒന്ന് ഇറങ്ങിയപ്പോൾ നല്ല സ്മാർട്ട് ഫോൺ ഒരു 7, 8, 9 വില ഉണ്ടായിരുന്ന സെറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. A5s ആണ് മോഡൽ. രാവിലെ കസ്റ്റമർ ഉണ്ടല്ലേ ഗൈസ്, കസ്റ്റമർ. താങ്ക് യു. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞു തന്നെ എന്താ 1500 രൂപയുടെ ഫോണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 1500 ഫോണെന്ന് പറഞ്ഞാൽ ഫോണിൽ പോകും കേട്ടോ. അപ്പം എൻ്റെ ഷോപ്പിൽ വരുന്നതൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഷോപ്പിൽ വരുന്നവർക്ക് അറിയാം, കറക്റ്റായിട്ട് അറിയാം. ഇവിടെ വരുന്നതെല്ലാം പൊക്കോണ്ട് എൻ്റെ പഴയ വിളിച്ച് വന്ന് പോയല്ലോ അല്ലേ എന്താണ് ചോദിക്കുന്നത്, പോയി. അപ്പോൾ ഗൈസ് ഇതും വീഡിയോ ചെയ്യുകയാണ്, പോയി ഓരോ പീസൊക്കെ വെച്ച് എൻ്റെ ഉള്ളൂ. ഞാൻ വലിയ കടമൊന്നുമല്ല കേട്ടോ. ഇത് ചിലർ വിചാരിക്കും എന്തോ വലിയ കടയുടെ വീഡിയോ വെച്ച് ചെയ്യണം. നല്ല ഇത് ചെറിയൊരു കടയാണ്, ചെറിയൊരു പെട്ടിക്കടയാണ്. ആ ഒരു കടയിൽ നിന്നിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വരുന്നതും ഞാൻ ഇങ്ങനെ പോയി സെലക്ട് ചെയ്ത് എടുക്കുന്ന സെറ്റുകളാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ ഈ കുറഞ്ഞ റേറ്റിൽ. അല്ലാതെ എവിടെ നിന്ന് കിട്ടാൻ, കുറഞ്ഞ റേറ്റിൽ എവിടെ കിട്ടും? 1500 രൂപയ്ക്ക് ഒരു ഫോൺ എവിടെ കിട്ടാൻ? ഒരിടത്തും കിട്ടൂല. 500 രൂപ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പറ്റും. 1500 രൂപ എവിടുന്ന് ഫോൺ കിട്ടും? ആലോചിച്ച് നോക്കിയാണ് കൈസ്. അപ്പോൾ ഞാൻ എന്തുമാത്രം റിസ്ക് എടുത്താണ് നിങ്ങൾക്ക് ഈ 1500 രൂപയുടെ ഫോൺ കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊരു ബഹുമാനം തരണ്ടേ കൈസ്. ബഹുമാനിക്കണ്ടേ കേട്ടോ. നമ്മളെ കമൻറ്റ് ബോക്സൊക്കെ കണ്ടില്ലേ, വെറുതെ നമ്മളെ പറയാൻ പറഞ്ഞോ കുഴപ്പമില്ല, പറഞ്ഞു. അപ്പോൾ ഗൈസ് ഇതാണ് 1500 രൂപയുടെ ഒരു കിടിലൻ സ്മാർട്ട് ഫോണാണ് ഇത്. കിടിലൻ സ്മാർട്ട് ഫോൺ തന്നെയാണ് 1500 രൂപയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട. എന്താണ് വേണ്ടാത്തവർക്ക് വേണ്ട, നമുക്ക് അടുത്ത വർഷം എടുക്കാം. ഒരുപാട് ആവശ്യക്കാരുണ്ട്. ഇപ്പം ഷോപ്പിൽ തന്നെ കുറേ വെയിറ്റിംഗ് ആണ് സാധനം എനിക്ക് വേണം, എനിക്ക് തന്നെ തരണം, അതെനിക്ക് എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഓർഡർ പൈസ തന്ന് വെച്ചേക്കാണ്. നിങ്ങൾ തരുമ്പോൾ എനിക്ക് തന്നെ താന്ന് പറഞ്ഞ് വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ പെട്ട് നിൽക്കുകയാണ്. പൈസ തിരിച്ചു കൊടുക്കാനും പറ്റൂല, തിരിച്ചെടുക്കാനും പറ്റാത്ത ഒരു വലിയൊരു ഒന്ന് ക്ലോസ് ചെയ്യും അപ്പോൾ ആ അവസ്ഥയിൽ. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം. ഇത് 1500 രൂപയുടെ ഒരു ഫോണാണ്. ഇത് ഓപ്പോടെ A5s ആണ് മോഡൽ. സാധനം കൊള്ളാം. ഇതിൻ്റെ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ കംപ്ലൈൻറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ കംപ്ലൈൻറ്റ് എന്താണെന്ന്. മനസ്സിലായാ? എന്താണ്? യെസ്, ഗ്ലാസ് മാത്രമേ ഇതിൽ പൊട്ടുള്ളൂ, ഫ്രണ്ട് ഗ്ലാസ്. അപ്പോൾ അത് മാറ്റാനായിട്ട് ഏകദേശം ഒരു 700 രൂപ 800 രൂപ ചാർജ് വരും. ഈ കണ്ടീഷനിലാണ് ഈ ഫോൺ വന്നിട്ട് 1500 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലാഭമല്ലേ? 1500 രൂപയ്ക്ക് എവിടെ കിട്ടും ഇപ്പോൾ 1500 ഈ ഫോൺ അല്ലേ? അല്ല 1500 കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ? ബേസ് മോഡൽ ഫോൺ വാങ്ങിക്കണമെങ്കിൽ 1200 കൊടുക്കണ്ടേ?
ആ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ പൊന്നും കുറവാണ് ഗൈസ് ഈ സാധനം. ചുമ്മാ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. വാട്സപ്പ് ഉപയോഗിക്കാം, ഫേസ്ബുക്ക് ഉപയോഗിക്കാം, യൂട്യൂബ് അങ്ങനെ പഠിക്കാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഈ ഗ്ലാസ് മാത്രമേ ഇതിൽ പ്രശ്നമായിട്ടുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. ഒരു 3GB RAM ഉണ്ട്, 64 അല്ല, ഇത് 32 സ്റ്റോറേജും ഉള്ളൂ. സാധനം പൊളിയാണ്, ക്യാമറ ക്വാളിറ്റി എല്ലാം മാസമാണ്. ഒരു പൗച്ച് ഗൈസ് 1500 ഈ ഫോൺ വാങ്ങിച്ചാൽ 200 രൂപയുടെ പൗച്ചാണ് ഗൈസ് ഫ്രീ. ബാ കയറിയോ. പിന്നെ നമ്മൾ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 2000 രൂപ റേഞ്ചിൽ നല്ലൊരു ഫോൺ നോക്കാമേ. ഇതൊക്കെ ഓരോരുടെ അടുത്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇത് എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് വെച്ചേക്കുന്ന ഫോണിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് 2000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് വന്നിട്ട് സൈഡ് ഫിംഗറാണ്. ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ്സിൽ താഴ്ഭാഗം കാണുന്നുണ്ടോ, നിങ്ങൾക്കെല്ലാം കാണിച്ചെന്നേ ഞാൻ തരുള്ളൂ. കണ്ടോ ഈ ഫ്രണ്ട് ഗ്ലാസ്സിൽ മാത്രം ചെറിയൊരു, വേറെ പണികളൊന്നും ചെയ്തിട്ടില്ല, പൊട്ടലുള്ളത്. അപ്പോൾ ഒരു 600, 700, 800 രൂപ മാക്സിമം ഗ്ലാസ് മാറ്റാനാകും. ഗ്ലാസ് മാറ്റേണ്ട കാര്യമൊന്നുമില്ല, അത് അങ്ങനെ വെച്ച് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല, സൂപ്പറായിട്ട് ഉപയോഗിക്കാം. പിന്നെ ബോഡിയിൽ ഇച്ചിരി പൗച്ച് കിടന്നിട്ടുള്ള ആ ഒരു സ്ക്രാച്ച് കാര്യങ്ങൾ അത്രേ ഉള്ളൂ, വേറെ വലിയ ഡിഫക്റ്റായിട്ട് യാതൊന്നും ഇതിൽ പറയാനായിട്ടൊന്നുമില്ല. ഒരു ഇതിൽ 4GB റാമിൽ 64 സ്റ്റോറേജ് ഉണ്ട്, ആണ് 2000 രൂപ പ്രൈസ് വരുന്നത്. ഓക്കെ, 4GB റാമിൽ 64 ഉണ്ട്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി, ക്യാമറ ക്വാളിറ്റി എല്ലാം കൊള്ളാം കേട്ടോ. ഫ്രണ്ട് സെൽഫി മാത്രം ഇച്ചിരി പോലെ മങ്ങലുണ്ട്, ഫ്രണ്ട് സെൽഫി എടുക്കുമ്പോൾ. ഓക്കെ, ലേശം മങ്ങൽ. പിന്നെ ബാക്ക് ക്യാമറ എടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി കേട്ടോ, നല്ല ക്വാളിറ്റി ആയിട്ട് കാണാം. ബാക്ക് ക്യാമറ സെൽഫി എടുക്കുമ്പോൾ മാത്രം ചെറിയ ഒരു മങ്ങി ഒരു പ്രകാശം. ഓക്കെ, അത്രേ ഉള്ളൂ, കണ്ടില്ലേ, ചെറിയ മങ്ങലുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് വന്നിട്ട് 2000 രൂപ പ്രൈസ് വരുന്നത്. ഈ ഒരു കണ്ടീഷനിൽ സാധനം പൊളിയാണ്, സൂപ്പറാണ്. ഈ വരിക്കുന്ന ഫോണിലില്ല ഗൈസ്. അപ്പോൾ പിന്നെ നെക്സ്റ്റിലോട്ട് പോകാം. പിന്നെ നിങ്ങൾക്കൊരു 3000 രൂപ മുടക്കാവുണ്ടെങ്കിൽ J6+ തന്നെ നല്ലൊരു ഫോൺ എടുക്കാം. ഇതിൽ ബാക്ക് ഗ്ലാസ് ഒരു പൊട്ടലുണ്ട്, അപ്പോൾ ഫ്രീ ആയിട്ട് പൗച്ചുള്ളതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ മറന്നേക്ക്. ബാക്ക് ഗ്ലാസ് ചെറിയൊരു പൊട്ടൽ, ഒറ്റ ലൈൻ, 3000 രൂപ. ഇതും ഇതിൽ ഡിസ്പ്ലേ ഒക്കെ പക്കയാണ് കേട്ടോ, ക്യാമറ ക്വാളിറ്റി എല്ലാം പക്കയാണ്, നല്ല കണ്ടീഷൻ, പൊട്ടലോ കാര്യങ്ങളോ ചീറ്റിലോ ഒന്നും തന്നെ ഇതിലില്ല. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഡിഫക്റ്റായിട്ടൊന്നും ഇല്ലാതെ ശ്രമിക്കുന്ന എന്ത് ചെയ്യേ, 2GB റാമേ ഉള്ളൂ, 32 സ്റ്റോറേജേ ഉള്ളൂ. തന്നെ ഞാൻ നോക്കിയില്ല കേട്ടോ, ചുമ്മാ. മറ്റേൽ 4GB റാമിൽ 64, അത് ഫ്രണ്ട് ഗ്ലാസ് പൊട്ടലുണ്ട്. ഇത് വന്നിട്ട് 3GB റാം, 32 സ്റ്റോറേജ്. 3GB റാം ഉണ്ട് കേട്ടോ, 32 സ്റ്റോറേജ് ഉണ്ട്. സാധനം കൊള്ളാം, പൗച്ചുള്ളതുകൊണ്ട് കളറായില്ലേ സാധനം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വിവോയുടെ ഒരു സെറ്റ് കിടന്നു കേട്ടോ, Y95 ഇട്ട് ബാക്ക് ഫിംഗറൊക്കെ വരുന്ന സാധനമാണ്. ഇത് വന്നിട്ട് ക്യാമറ ക്വാളിറ്റിയിലോ, ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിൽ വിവോയുടെ സെറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ല, ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്, ക്യാമറ ഒക്കെ പ്ലച്ച് നിന്നിരിക്കും, ആ ഒരു ക്വാളിറ്റി ഇതിനുണ്ട് കേട്ടോ, സൂപ്പറായിരിക്കും അല്ലേ. അപ്പോൾ ഗൈസ് ഇത് വന്നിട്ട് 3000 രൂപ പ്രൈസ് വരുന്നത്. ഇതും 2GB റാം അല്ലേ, 3GB റാമോ, 3GB റാം ഉണ്ട്, 32 സ്റ്റോറേജ് ഉണ്ട് ഗൈസ്. പോളി സാധനം തന്നെ കേട്ടോ. അപ്പം ഇതാണ് ഇന്ന് നമ്മട്ടുള്ള സാധനങ്ങളൊക്കെ, വളരെ വില കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 1000 രൂപയ്ക്ക് ഉണ്ട് ഫോണുകൾ. ഈ 1000 രൂപയുടെ ഫോണുള്ള പ്രത്യേകത അറിയാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കോൾ വിളിക്കുക വയ്ക്കുക, അല്ലാതെ ആപ്പുകളൊന്നും ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും, പിന്നെ ഒരു അനക്കം കാണില്ല ഗൈസ്. അങ്ങനെയുള്ള ഫോൺ വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, 1000 രൂപ എന്നാൽ മതി. പിന്നെ 4G ടാബ് ഉണ്ട് ഗൈസ്, 4G ടാബ്, 4G സിം ഇട്ട് ഉപയോഗിക്കാൻ പറ്റിയ 4G ടാബ്, ജിയോ സിം ഇട്ട് ഉപയോഗിക്കാൻ പറ്റിയ ജിയോ ടാബ് ഉണ്ട് ഗൈസ്. ഇത് വന്നിട്ട് ഒരു 3500 രൂപയാണ് പ്രൈസ് വരുന്നത്. ജിയോ ടാബ് എന്ന് പറഞ്ഞാൽ ഇത് പുതിയതാണ് കേട്ടോ, പഴയതല്ല, പുതിയ പീസാണ്. 3500 ജിയോ, മറ്റേ യൂട്യൂബ് കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു 2GB റാം അത്രയ്ക്കേ വരും. റാം കുഴപ്പമില്ല, നല്ല സ്പീഡുണ്ട് കേട്ടോ. മറ്റേ പഴയതല്ല, മുമ്പ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ കുറഞ്ഞ നേരം അത് ഭയങ്കര സ്ലോ ആയിരിക്കും. ഇത് പക്ക സ്പീഡ്, ജിയോയുടെ സിം, വൈഫൈ, ഹോട്ട്സ്പോട്ടൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റും. പുതിയ സാധനം, ഇത് പഴയതല്ല, പുതിയ ഒരു ടാബാണ്, കൊള്ളാം. ടാബ് ഡിസ്പ്ലേ ക്വാളിറ്റി എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഹോട്ട്സ്പോട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കേട്ടോ, നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്പെടും. ഒരുപാട് സത്യം നമ്മൾ ഈ വീഡിയോ കണ്ട് ഒരു ടാബ് എടുക്കാൻ വന്ന ടീമുണ്ട്, ഒരു ഫാമിലി ഉണ്ട്. അവർ നമ്മുടെ ഒരു 1500 രൂപയുടെ ടാബ് എന്തോന്ന് എടുത്തത്, 1500 ടാബ് എടുത്തുകൊണ്ട് പോയിട്ട് അന്ന് തന്നെ തിരിച്ചുകൊണ്ട് വന്നു. അത് ഒരു 2GB റാം, 1GB റാമുള്ള ടാബ് കൈസ്. അത്രയും കുറഞ്ഞ ടാബൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിള്ളേർ കളിക്കാൻ വേണ്ടുമ്പോൾ 2 ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെ നിൽക്കാതിരിക്കാനായിട്ട് നല്ല കുറച്ച് പൈസ മുടക്കി ഇതേപോലെ ഇത് കൊള്ളാം കേട്ടോ. ഇത് ഞാൻ നോക്കുകയാണെങ്കിൽ അവർ അന്ന് തന്നെ തിരിച്ചിടും, വലിയ വിഷമമായി പോയി. അതിനുശേഷം നമ്മൾ ആ ടാബ് എടുക്കില്ല, തിരിച്ചു വിട്ടോളാം.
അതും കുറച്ച് ലോങ് എന്നൊക്കെയാണ് വന്നിട്ട് അങ്ങനെ രണ്ടാമത് വരേണ്ട അവസ്ഥ എന്ന് ആലോചിച്ചു. ഞാൻ വരേണ്ട കാര്യമൊന്നുമില്ല, വിളിച്ച് പറഞ്ഞിട്ട് അയച്ചു തന്നാലും നമ്മൾ തിരിച്ചെടുത്ത് പൈസ നമ്മളപ്പം ചൂടോടെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയത്. നിങ്ങളുടെ പൈസ നമുക്ക് വേണ്ട, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അല്ലെങ്കിൽ വേറെ ടാബ് എടുക്കുക, എക്സ്ചേഞ്ച് എടുക്കുക, പൈസ വേണമെങ്കിൽ പൈസ കിട്ടിയാലും ഗൈസ്. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഇത്രയും പീസുകളാണ് കുറഞ്ഞ വിലയ്ക്ക്. പിന്നെ കൂടിയ വിലയ്ക്കാണെങ്കിൽ ഒരു ബാറ്ററി ഹെൽത്തൊക്കെ നിൽക്കുന്ന നമ്മളെ ഗെയിമിംഗ് ഫോൺ ഒരുപാട് ചോദിക്കും. ഇപ്പോൾ എൻ്റെ ഒരുപാട് സെയിലാവുന്നത് ഈ ഒരു സാധനമാണ്, പോക്കോ X3 Pro. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഗെയിമിങ്ങിന് അപാര സാധനം തന്നെ കേട്ടോ, അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല കേട്ടോ. സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ സൂപ്പർ. നല്ല 5000 mAh ബാറ്ററി ഹെൽത്ത് പക്കയായിട്ട് നിൽക്കും. ബാറ്ററി ഹെൽത്ത് ഇതിൽ ക്യാമറ ക്വാളിറ്റി, ഡിസ്പ്ലേ ക്വാളിറ്റി എല്ലാം മാസമായിട്ടിരിക്കും. അപ്പോൾ ഗൈസ് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇത് വന്നിട്ട് 6500 രൂപയാണ്. 4G ആണ് കേട്ടോ, 4G സെറ്റ്. പിന്നെ 7000 രൂപ മുതൽ 5G സെറ്റ് ഉണ്ട്, 5Gയുടെ ഫോണിലുണ്ട്. 7500 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ വെൽക്കം, ബൈ.